റമളാനിലേറ്റം മഹത്വമേറിയ രാവാണ് റബ്ബിൻ ഖുർആൻ നുസൂലായ ലൈലത്തുൽ ഖദ്റാണ്. കാണാം ഖുർആനിൽ ഖൈറും മിൻ അൽഫി ശഹരി. കൂടെ തനസ്സലു ജിബ്രീലും മലായികത്തി. റമളാനിലേറ്റം മഹത്വമേറിയ രാവാണ് റബ്ബിൻ ഖുർആൻ നുസൂലായ ലൈലത്തുൽ ഖദ്റാണ്. കാണാം ഖുർആനിൽ ഖൈറും മിൻ അൽഫി ശഹരി. കൂടെ തനസ്സലു ജിബ്രീലും മലായികത്തി. ഒരു രാവിലുള്ള ഇബാദത്തിൻ അൽഫി ശഖർ. അമലിന്റെ കൂലി ലൈലിൽ ഖാസ് എന്ന പവർ. ഒരു രാവിലുള്ള ഇബാദത്തിൻ അൽഫി ശഖർ. അമലിന്റെ കൂലി ലൈലിൽ ഖാസ് എന്ന പവർ. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. ومن يعش عن ذكر الرحمن نقيض له شيطانا فهو له قرين. وإنهم ليصدونهم عن السبيل ويحسبون أنهم مهتدون. حتى إذا جاءنا قال يا ليت بيني وبينك بعد المشرقين فبئس القرين. يا ربي إن عظمت ذنوبي كثرة فلقد علمت بأن عفوك أعظم. إن كان لا يرجوك إلا محسن فمن الذي يرجو ويدعو المجرم. ما لي إليك وسيلة إلا الرجاء وجميل عفوك ثم أني مسلم. സ്നേഹാദരണീയരായ സഹോദരി സഹോദരന്മാരെ, വിശ്വാസികളെ, പവിത്രമായ ഈ മാസത്തിൽ
നാം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ അമലുകൾ മുഴുവനും എന്ത് തന്നെ ന്യൂനതകളുള്ളവയാണെങ്കിലും എല്ലാം പുറത്തു മാപ്പ് നൽകിക്കൊണ്ട് നമ്മിൽ നിന്ന് അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും പരമകാരുണികനായ റബ്ബിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്ക് വില കൽപ്പിക്കുന്ന, പറയുന്ന വാക്കുകളും പ്രവൃത്തിയും ആത്മാർത്ഥതയോടുകൂടി ഒന്നിച്ചു കൊണ്ടുപോകുന്ന നല്ലവരിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വാക്കുകളൊന്നും പ്രവൃത്തി മറ്റൊന്നുമായി കൊണ്ട് നടക്കുന്ന കപടവിശ്വാസികളുടെ എല്ലാവിധത്തിലുള്ള സ്വഭാവങ്ങളിൽ നിന്നും നമ്മെ ഓരോരുത്തരെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പരിശുദ്ധ റമളാൻ അതിൻ്റെ പകുതിയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ നാളുകളാണ് ഓരോ റമളാനിൻ്റെ രാപ്പകലുകളും. പ്രയാസങ്ങളില്ലാത്തതുകൊണ്ടല്ല, ക്ഷീണമില്ലാത്തതുകൊണ്ടല്ല, ബുദ്ധിമുട്ടുകളില്ലാത്തതുകൊണ്ടല്ല, എന്നാലും അവന് വലിയ സന്തോഷമാണ്, മനസ്സിന് വലിയ ആനന്ദമാണ്, പറഞ്ഞറിയിക്കാനാവാത്തൊരു സമാധാനമാണ്. കാരണം റബ്ബ് അവനോട് അത്രമാത്രം വലിയ ഓഫറുകൾ നൽകിയ മാസമാണ്. എത്ര തന്നെ കൊടും പാപികളാണെങ്കിലും ആത്മാർത്ഥമായി അവനിലേക്ക് മടങ്ങിച്ചെല്ലുന്നവരെ അവന് ഏറെ ഇഷ്ടമാണ്. ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീൻ, നിശ്ചയമായും അല്ലാഹു ഖേദിച്ച് മടങ്ങി പശ്ചാത്തപിക്കുന്നവരെ ഏറെ ഇഷ്ടപ്പെടുന്നവനാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികളുടെ മനസ്സിൽ ഈ റമളാൻ കഴിയുന്നതിൻ്റെ മുമ്പേ ശുദ്ധീകരിക്കപ്പെട്ടവരായി അല്ലാഹുവിൻ്റെ അടുക്കൽ മഖ്ബൂലീങ്ങളായി സ്വീകരിക്കപ്പെട്ടവരായി മാറും എന്ന ഏറ്റവും വലിയ ഒരു പ്രതീക്ഷയാണ് അവരുടെ സന്തോഷത്തിന് എന്നും കാരണമായി നിലനിൽക്കുന്നത്. പക്ഷേ അതിന് നമ്മുടെ ഭാഗത്തു നിന്നൊരു ശ്രമം വേണം. അല്ലാഹു അവൻ അറിയിക്കേണ്ടുന്ന സന്തോഷ വാർത്തയും ഓഫറുമൊക്കെ നൽകിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇനി നമ്മുടെ ഭാഗത്തു നിന്നാണ് ആ ഓഫർ സ്വീകരിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾ ഉണ്ടാവേണ്ടത്. ഓഫറുകൾ ഒരുപാട് ചൊരിയപ്പെട്ടുവെങ്കിലും ആരും അത് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അതുകൊണ്ട് ആർക്ക് ഉപകാരം കിട്ടാനാണ്? അതുകൊണ്ട് പുണ്യങ്ങളുടെ പൂക്കാലമായ ഈ വിശുദ്ധ മാസത്തിൽ റബ്ബിലേക്കുള്ള കൃത്യമായ തിരിച്ചുപോക്കിനെ സംബന്ധിച്ചാണ് ഒരൽപ്പം നമ്മൾ മനസ്സിരുത്തേണ്ടത്. തിരിച്ചുപോക്ക് എന്ന പ്രയോഗം തന്നെ നമുക്ക് അറിയിച്ചു തരുന്നത് ഒരു കേന്ദ്രത്തിൽ നിന്ന് വിട്ടവനാണ് തിരിച്ചു പോവുക എന്ന് പറയാറുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാലാകാലങ്ങളിലായി അവന്റെ മഹത്തുക്കളിലൂടെ നിശ്ചയിച്ചു തന്ന ഒരു നേർപാതയുണ്ട്. ആ നേർപാതയാണ് സിറാത്തുൽ മുസ്തഖീം. അത് നേടുവാനാണ് നാം എല്ലാവരും, ആ പാത നിലനിർത്തിക്കിട്ടാനാണ് നിർബന്ധമായും 17 തവണയും അല്ലാത്ത സന്ദർഭങ്ങളിൽ വേറെയും ഘട്ടങ്ങളിലൂടെ അല്ലാഹുവിനോട് നിരന്തരം ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന തേട്ടത്തിലൂടെ തേടിക്കൊണ്ടിരിക്കുന്നു. ആ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് ഇറങ്ങിപ്പോയവർക്ക് തിരിച്ചു വരാനുള്ള അവസരമാണിത് എന്നർത്ഥം. ഈ ലോകത്തേക്ക് ഒന്നാമത്തെ മനുഷ്യൻ വന്നപ്പോൾ ആദമും ഹവ്വയും ഈ ലോകത്തേക്ക് ഇറങ്ങുന്ന ഘട്ടത്തിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട് നേരിന്റെ പാത. ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദാ, നിങ്ങൾക്ക് എന്നിൽ നിന്നുള്ള സന്മാർഗ ദർശനങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഫമൻ തബിഅ ഹുദായ, എന്റെ നേർമാർഗത്തെ ആര് പിൻപറ്റുന്നുവോ, ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർ ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടി വരില്ല. അല്ലാഹുവിന്റെ ഹുദ, ആ ഹുദയെ, മാർഗദർശനത്തെ, സത്യസരണിയെ ആര് പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്നുവോ അവൻ നേരിന്റെ പാതയിലാണ്.
എന്നാൽ അതേ കാലഘട്ടത്തിൽ തന്നെ അള്ളാഹുവിന്റെ മുമ്പിൽ പ്രതിജ്ഞയെടുത്ത മറ്റൊരു ശക്തിയുണ്ട്. നേർപാതയിലൂടെ സഞ്ചരിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളെയൊക്കെ ആവുന്നത്ര തടയാൻ ഞാൻ ശ്രമിക്കുന്നതാണെന്ന് പ്രതിജ്ഞയെടുത്തു പോന്ന പിശാച്. ലഅഖൂദന്ന ലഹും സിറാത്തകൽ മുസ്തഖീം, നിന്റെ സിറാത്തുൽ മുസ്തഖീമിൽ ഞാൻ ഇരിപ്പുറപ്പിക്കുക തന്നെ ചെയ്യും, ഇബ്ലീസ് പറഞ്ഞതാണ്. സുമ്മ ലആതിയന്നഹും മിൻ ബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം വഅൻ അയ്മാനിഹിം വഅൻ ശമായിലിഹിം ഫലാ തജിദു അക്സറഹും ശാകിരീൻ. ഞാൻ അവരുടെ മുമ്പിലൂടെയും പിറകിലൂടെയും വലതുവശത്തിലൂടെയും ഇടതുവശത്തിലൂടെയും ഒക്കെ ആവുന്നത്ര ശ്രമങ്ങൾ നടത്തിയിട്ട് നിന്റെ നേരിന്റെ പാതയിലൂടെ മുന്നോട്ട് പോയി ശാകിരീങ്ങളായി, കൂറുകാണിക്കുന്നവരായി, നിന്നോട് നന്ദി കാണിക്കുന്നവരായി ജീവിക്കാൻ ആരൊക്കെ ശ്രമിക്കുന്നുവോ അവരെയൊക്കെ അതിൽ നിന്ന് തടയാൻ വേണ്ട ശ്രമങ്ങളുമായി ഞാൻ മുന്നോട്ട് പോവുക തന്നെ ചെയ്യുമെന്ന് പിശാചും അതേ കാലത്ത് അള്ളാഹുവിങ്കിൽ നിന്ന് നേടിയെടുത്തവന്റെ അവകാശമാണ്. അത് അന്ത്യനാൾ വരെ തുടരും. അന്ത്യനാൾ വരെ അവൻ അതിനുള്ള സ്വാതന്ത്ര്യം നൽകപ്പെട്ടു. അപ്പൊ ഹക്കും ബാത്തിലും തമ്മിലുള്ള പോരാട്ടം, നേരും നെറികേടും തമ്മിലുള്ള പോരാട്ടം, നീതിയും അനീതിയും തമ്മിലുള്ള പോരാട്ടം, സത്യവും അസത്യവും തമ്മിലുള്ള പോരാട്ടം ഖിയാമത്ത് നാൾ വരെ നടന്നുകൊണ്ടിരിക്കും. അതിനിടയിൽ നേരായ ദിശയിൽ പിടിച്ചു നിൽക്കാൻ വലിയ ത്യാഗം ആവശ്യമാണ്. പിഴച്ചു പോകാൻ ത്യാഗം ആവശ്യമില്ല. ചീത്തയാവാൻ പ്രയാസം സഹിക്കേണ്ട കാര്യമില്ല. എനിക്കോ നിങ്ങൾക്കോ തെമ്മാടിയാകണമെങ്കിൽ, മോശപ്പെട്ടവനാകണമെങ്കിൽ അധ്വാനിക്കേണ്ടതില്ല, പെട്ടെന്നതാവും. പക്ഷേ നല്ലവനാകണമെങ്കിൽ, മുത്തഖിയായി മാറണമെങ്കിൽ വളരെയേറെ ത്യാഗം സഹിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുഫത്തിൽ ജന്നതു ബിൽ മകാരിഹി വഹുജിബത്തിൻ നാറു ബിശ്ശഹവാത്ത്. ഹുഫത്തിൽ ജന്നതു, സ്വർഗം ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. സ്വർഗം വലയം ചെയ്യപ്പെട്ടിരിക്കുന്നത് ബിശ്ശഹവാത്തി, നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ മനസ്സിൽ തോന്നുന്ന എല്ലാ തോന്നിയാസങ്ങളും. ഹുഫത്തിൽ ജന്നത്തു ബിൽ മകാരിഹി, അങ്ങനെയാണ് പറഞ്ഞത്. ഹുഫത്തിൽ ജന്നത്തു ബിൽ മകാരിഹി, മനുഷ്യന് പ്രയാസമുള്ള കാര്യങ്ങളിലൂടെയാണ് സ്വർഗത്തിലേക്ക് കടക്കേണ്ടത്. അപ്പൊ സ്വർഗത്തിലെത്താനും നന്നാകാനും ഒക്കെ ഒരുപാട് ത്യാഗം സഹിക്കണം. വഹുജിബത്തിൻ നാറു ബിശ്ശഹവാത്തി, അങ്ങനെയാണ് റിപ്പോർട്ടിലുള്ളത്. നരകം ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്, മൂടപ്പെട്ടിരിക്കുന്നത്, തോന്നിയതുപോലെ അങ്ങ് ജീവിച്ചാൽ പെട്ടെന്ന് നരകത്തിലെത്തും. അപ്പൊ നരകത്തിലെത്താൻ പണിയെടുക്കേണ്ടതില്ല, അധ്വാനം വേണ്ടതില്ല. സ്വർഗത്തിലെത്തണമെങ്കിലോ ധാരാളം അധ്വാനിക്കണം, നല്ല ത്യാഗം സഹിക്കണം, നല്ല പ്രയാസമാണ്. ഇത് അള്ളാഹു നിശ്ചയിച്ച ഒരു രീതിശാസ്ത്രമാണ്. ഈ നിലക്ക് യഥാർത്ഥമായ പാതയിൽ തന്നെ മുന്നോട്ട് പോകുമ്പോൾ അങ്ങനെ തന്നെ ആ നേരിന്റെ പാതയിൽ മുന്നോട്ട് പോകാൻ എല്ലാ ആളുകളെ കൊണ്ടും കഴിയില്ല. കാരണം മനുഷ്യ പ്രകൃതം അങ്ങനെയാണ്, അബദ്ധങ്ങൾ സംഭവിക്കും. മലക്കുകൾക്ക് അബദ്ധം സംഭവിക്കുന്ന പ്രകൃതമില്ലാത്തത് കൊണ്ട് അവർക്കൊരു തിരിച്ചുവരവിന്റെ ആവശ്യമില്ല. അവരെപ്പോഴും നേരായ റൂട്ടിൽ തന്നെയായിരിക്കും. മനുഷ്യൻ അങ്ങനെയല്ല. അള്ളാഹുവിന്റെ പ്രത്യേകമായ കാവലുള്ള അമ്പിയാക്കളല്ലാത്ത എല്ലാ മനുഷ്യരും കുല്ലു ബിനി ആദമ ഖത്താഊൻ വഖൈറുൽ ഖത്താഈന അത്തവാബൂൻ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. എല്ലാ മനുഷ്യരും പിഴവുകൾ സംഭവിക്കുന്നവരാണ്. കുറ്റങ്ങളില്ലാത്ത, കുറവുകളില്ലാത്ത മനുഷ്യരില്ല. കുറ്റങ്ങളും കുറവുകളുമൊക്കെ സംഭവിച്ചവരോട് അള്ളാഹു, നിങ്ങൾ എന്റെ റൂട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയവരല്ലേ, അതുകൊണ്ട് ഇനി നിങ്ങൾക്കൊരു തിരിച്ചുവരവിന് ചാൻസ് ഇല്ല, മടക്കമില്ല എന്ന് പറഞ്ഞ് പടിയടച്ച് കൊട്ടിയടച്ചിട്ടില്ല, ആ വാതിൽ കൊട്ടിയടച്ചിട്ടില്ല. പോയവരോടല്ല പറയുന്നു, മടങ്ങിക്കോളൂ, തിരിച്ചു വന്നോളൂ, ഞാൻ സ്വീകരിക്കാൻ സന്നദ്ധനാണ്. തിരിച്ചു വന്നോളൂ, ഞാൻ സ്വീകരിക്കാൻ സന്നദ്ധനാണ്. എല്ലാ രാത്രിയിലും ഈ വിളംബരം ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനും നിങ്ങളും ഓർക്കാതെ പോകുന്ന, അശ്രദ്ധമായി പോകുന്ന സമയങ്ങളിൽ ഈ വിളംബരം
പരമകാരുണ്യവാനായ റബ്ബിന്റെ ഭാഗത്ത് നിന്ന് ഈ വിളംബരം ഇവിടെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. യൻസിലു റബ്ബുനാ തബാറക വതആല ഇലസ് സമാഇ ദുനിയാ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മോടടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്നു. അത് റമദാനിൽ മാത്രമുള്ളതല്ല, എല്ലാ രാത്രിയിലും രാവേറെ ചെല്ലുമ്പോൾ രാവിന്റെ അവസാന സമയങ്ങളിൽ അല്ലാഹു അവന് യോജിക്കുന്ന നിലക്ക് നമ്മോടടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങുകയായി. എന്നിട്ടവൻ ചോദിക്കുന്നു, ഫഹൽ മിൻ സായിലിൻ, എന്നോട് ചോദിക്കുന്നവരുണ്ടോ? എന്നോട് ചോദിക്കാൻ ആളുകളുണ്ടോ? ഞാൻ അവർക്ക് നൽകാമല്ലോ. ഫഹൽ മിൻ മുസ്തഗ്ഫിരിൻ, പുറത്തു തരണേ അല്ലാ എന്ന് എന്നോട് ഇസ്തിഗ്ഫാർ ചോദിക്കാൻ ആളുകളുണ്ടോ? ഞാൻ അവന് പുറത്തു കൊടുക്കാമല്ലോ. ഫഹൽ മിൻ തായിബിൻ, എന്നോട് ഖേദിച്ചു മടങ്ങാൻ ആളുകളുണ്ടോ? തൗബ ചെയ്തുകൊണ്ട് എന്നിലേക്ക് മടങ്ങി വരാൻ ആളുകളുണ്ടോ? ഞാൻ അവന്റെ മടക്കം സ്വീകരിക്കാമല്ലോ, ഞാൻ അവന്റെ തൗബ സ്വീകരിക്കാമല്ലോ. ഇതീ ലോകത്ത് നമ്മളൊക്കെ അശ്രദ്ധയിൽ കഴിയുന്ന സമയത്ത് ഈ ലോകത്ത് നടക്കുന്ന വിളംബരമാണ്. പക്ഷേ നമുക്ക് റമദാനാകുമ്പോൾ ഉള്ള ഒരു വലിയ അനുകൂല സാഹചര്യമുണ്ട്. ആ സമയത്ത് നമ്മളൊക്കെ റമദാനിൽ എഴുന്നേൽക്കുന്നവരാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തസഹറു, നിങ്ങൾ അത്താഴം കഴിക്കണേ വിശ്വാസികളെ. ഫഇന്ന ഫിസ്സഹൂരി ബറക, അത്താഴത്തിൽ ബറക്കത്തുണ്ട്. ആ സമയത്ത് കഴിക്കുന്ന ഭക്ഷണത്തിൽ ബറക്കത്തുണ്ട്, ആ നേരത്തിനും ബറക്കത്തുണ്ട്. അതുകൊണ്ടാണ് മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞെടുത്ത് വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ, രാവിന്റെ അവസാന യാമങ്ങളിൽ അല്ലാഹുവിനോട് പുറത്തു തരണേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ. അപ്പൊ നമുക്ക് ഏറ്റവും അനുകൂലമായ ഒരു സന്ദർഭം ഈ റമദാനിൽ. അല്ലാഹു ചോദിക്കാൻ ആളുകളുണ്ടോ? ജനങ്ങളെ ചോദിച്ചോളൂ, ഞാൻ തരാം. എന്നിലേക്ക് ഖേദിച്ചു മടങ്ങിക്കോളൂ, നിങ്ങളുടെ മടക്കം ഞാൻ സ്വീകരിക്കാം. എന്റെ പാപം പുറത്തു തരണേ എന്ന് എന്നോട് തേടിക്കോളൂ, ഞാൻ നിങ്ങളുടെ പാപം പുറത്തു തരാം എന്ന് റബ്ബ് സുബ്ഹാനഹു പ്രത്യേകമായി വിളംബരം നടത്തുന്ന ആ നേരത്ത്, പരിശുദ്ധ റമദാനിന്റെ രാത്രികളിൽ നമ്മളൊക്കെ ഭക്ഷണത്തിന് വേണ്ടി എഴുന്നേൽക്കുന്ന ഘട്ടമാണ്. ആ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ടും അല്ലാത്ത എല്ലാ മറ്റവസരങ്ങളിലും മറ്റൊരവസരം എന്ന് പറയുന്നത് അഖറബു മാ യകൂനുൽ അബ്ദു ലിറബ്ബിഹി വഹുവ സാജിദുൻ, ഒരടിമ അല്ലാഹുവിനോട് ഏറ്റവും കൂടുതൽ അടുക്കുന്ന നേരം അവൻ സാഷ്ടാംഗം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്, അവൻ സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്. ഫഅക്സിറൂ ഫീഹി ദുആ, അതുകൊണ്ട് സുജൂദിൽ നിങ്ങൾ ദുആ അധികരിപ്പിക്കണേ ജനങ്ങളെ. ഫഖമിനുൻ അൻ യുസ്തജാബ ലക്കും, നിങ്ങൾക്ക് ഉത്തരം നൽകപ്പെടാൻ ഏറ്റവും പറ്റിയ ഒരവസരം ഇനി വേറെയില്ല. അപ്പൊ സുജൂദിന്റെ ഘട്ടം, രാവേറെ ചെന്ന് രാവിന്റെ 1/3 അവശേഷിക്കുന്ന അത്താഴ നേരം, ഈ സമയങ്ങളിലൊക്കെ അള്ളാഹു നിശ്ചയിച്ച നേരിന്റെ റൂട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയവർക്ക് തിരിച്ചു വരാൻ പറ്റിയ അവസരമാണ്. പക്ഷേ നമ്മൾ അതിന് ഒരുക്കമുണ്ടോ? ഒരുക്കമുണ്ടെങ്കിൽ ആദ്യം നമ്മൾ അറിയേണ്ടത് ഒരു കാര്യം നമ്മൾ അറിയണം. ഈ മാസം ഇങ്ങനെ മറ്റു മാസങ്ങളെപ്പോലെ കഴിഞ്ഞു കടന്നുപോയാൽ, നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാതെ തന്നെ ഈ മാസം അങ്ങ് കഴിഞ്ഞു കടന്നുപോയാൽ നമ്മളെല്ലാവരും അഭിശപ്തരാണ്, ശപിക്കപ്പെടുന്നവരാണ്. റമദാനിൽ ഒരാൾക്ക് ജീവിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ട്, റമദാനിൽ നോമ്പെടുക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടും ഒരാളുടെ പാപം പൊറുക്കാതെയാണ് അവൻ ശവ്വാലിൽ എത്തുന്നതെങ്കിൽ അവൻ ശപിക്കപ്പെടട്ടെ എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കൽപ്പിച്ചുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്തപ്പോ മിമ്പറിൽ നിന്നുകൊണ്ട് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ എന്ന് പറഞ്ഞ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന അവസരങ്ങളാണ് ഈ കഴിഞ്ഞു കടന്നു പോകുന്നത്. അള്ളാഹുവിങ്കൽ നിന്ന് ശുദ്ധീകരണം കിട്ടണമെങ്കിൽ നമ്മുടെ മനസ്സിലാദ്യം വേണ്ടത് വിനയമാണ്. ഈ മാസത്തിൽ നമ്മുടെ മനസ്സിൽ അള്ളാഹിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കുമ്പോ ഒന്നാമതുണ്ടാകേണ്ടത് വിനയമാണ്. എന്താ വിനയം? ഞാൻ എല്ലാം തികഞ്ഞവനാണ് എന്നത് വിനയല്ല. എന്നിലൊന്നും കാര്യമായ അന്ന് സംഭവിച്ചിട്ടില്ല എന്നത് വിനയമല്ല. എന്നിൽ ഒട്ടേറെ സംഭവിച്ചു എന്ന് ഏറ്റുപറയലാണ് വിനയം. ഞാൻ ഒരുപാട് അബദ്ധം ചെയ്തവനാണ്, പാപിയാണെന്ന കുറ്റസമ്മതമാണ് വിനയം. അത് നമ്മളെപ്പോലെയുള്ള ആളുകളോട് മാത്രമല്ല, പാപം ചെയ്തിട്ടില്ലാത്ത നല്ലവരായ ആളുകളോട് ദുആ ചെയ്യാൻ പറഞ്ഞപ്പോൾ വരെ ഇസ്ലാമത അള്ളാഹിനോട് അവർ ഇസ്തിഗ്ഫാർ ചോദിക്കുമ്പോ പുറത്തു തരണേ എന്ന് നേർക്കുനേരെ അങ്ങ് പറയുന്നതിന്റെ മുമ്പ്
അവർ അല്ലാഹുവിനോട് പറയുന്നത്, നിങ്ങൾ നോക്കൂ, ഒന്നാമത്തെ മനുഷ്യനായ ആദമും ഹവ്വയുമൊക്കെ ആദം എന്ന നബിയായി പ്രഖ്യാപിക്കപ്പെടുന്നതിന്റെ മുമ്പ് അതാ വിലക്കപ്പെട്ട കനി ഭക്ഷിച്ച സ്വർഗീയമായ സംഭവത്തിൽ അവരുടെ ദുആ അല്ലാഹു തആല പറയുന്നത് റബ്ബനാ ളലംനാ അൻഫുസനാ. അത് പറഞ്ഞിട്ടാണ് വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ എന്ന് പറയുന്നത്. അവർ രണ്ടാളും ദുആ ചെയ്യുകയായി, റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, ളലംനാ അൻഫുസനാ, ഞങ്ങൾ ഞങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിച്ചിരിക്കുന്നു. അതാണ് വിനയം. അല്ലാഹ് പുറത്തു തരണേന്ന് ഒരാൾ പറയുമ്പോൾ അവന്റെ മനസ്സിൽ ആദ്യം ഉണ്ടാവേണ്ടത്, എന്റെ ജീവിതത്തിൽ ഒരു പടി സംഭവിച്ചിട്ടുണ്ട്, ഞാനത് സമ്മതിക്കുന്നു. ഒന്നും സമ്മതിച്ചിട്ടില്ലാത്തവനുണ്ട് തിരിച്ചുവരവ്. ഒരാളൊരു റൂട്ടിലൂടെ അങ്ങനെ വാഹനം ഓടിച്ചു പോകുന്നു, വഴി തെറ്റിയിട്ടില്ലെന്ന് തോന്നുന്നവൻ ഒരിക്കലും മടങ്ങില്ല. വഴി തെറ്റി എന്ന് ബോധ്യമുള്ളവൻ മാത്രമേ തിരിച്ചുവരവിനെ കുറിച്ച് ആലോചിക്കുകയും തിരിച്ചു വരികയും ചെയ്യൂ. ആദ്യം നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകേണ്ടത്, അല്ലാഹ് നീ നിശ്ചയിച്ച സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് ഒട്ടേറെ കാരണങ്ങളാൽ പല ഘട്ടങ്ങളിൽ ഇറങ്ങി നടന്നവരാണ് ഞങ്ങൾ. ഒരുപടി അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ഒന്നും രണ്ടും മൂന്നുമൊന്നുമല്ല. ആർക്കാ ഇത് കണക്കാക്കാൻ സാധിക്കുക? നിങ്ങൾ നോക്കൂ, മഹാന്മാര് തേടിയപ്പോൾ വരെ ആ കുറ്റസമ്മതം നടത്തുന്നു. കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം നബിയാകുന്നതിന്റെ മുമ്പതാ ഒരാളെ അബദ്ധത്തിൽ കൊല ചെയ്യേണ്ട ഘട്ടമുണ്ടായിട്ടുണ്ട്. ആ ഘട്ടത്തിൽ മഹാനായ കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം അല്ലാഹുവിനോട് വിനയത്തോടുകൂടെ പറയുന്നത്, റബ്ബി ഇന്നി ളലംതു നഫ്സീ ഫഗ്ഫിർ ലീ. അല്ലാഹുവേ, രക്ഷിതാവേ, ഞാൻ എന്നോട് അക്രമം പ്രവർത്തിച്ചിരിക്കുന്നു. കേട്ടോ, കുറ്റസമ്മതം, കുറ്റബോധമാണ്, വിനയമാണ്. എന്നിട്ടാണ് പറയുന്നത് ഫഗ്ഫിർ ലീ, നീ എന്നോട് പുറത്തു തരണമേ. ഇനി നിങ്ങൾ നോക്കൂ, ഈ ഉമ്മത്തിലെ ഏറ്റവും ഈമാനുള്ള വ്യക്തിയാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയുടെ മഹത്വവും അവിടുത്തെ സ്ഥാനവുമൊന്നും വർണ്ണിച്ചാൽ തീരില്ല. അത്രത്തോളം പ്രഗത്ഭനായ സ്വഹാബിയാണ്. അബൂബക്കറുൻ ഫിൽ ജന്ന, അബൂബക്കർ സ്വർഗത്തിലാണെന്ന് സുവിശേഷം നൽകപ്പെട്ട 10 പേരിൽ പ്രഥമനാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. ആ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ സമീപിച്ചുകൊണ്ട് പറയാണ്, യാ റസൂലല്ലാഹ്, അല്ലിംനി ദുആഅൻ അദ്ഉ ബിഹി ഫീ സ്വലാത്തി. എന്റെ നിസ്കാരത്തിൽ എനിക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു ദുആ അവിടുന്ന് പഠിപ്പിച്ചു തരണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയോട് ആവശ്യപ്പെടുകയാണ്, എനിക്കെന്റെ നിസ്കാരത്തിൽ ദുആ ചെയ്യാൻ ഒരു ദുആ പഠിപ്പിച്ചു തരണം. നിങ്ങൾ നോക്കൂ, അബൂബക്കർ റളിയല്ലാഹു അൻഹു ആരാണ്? ആ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനോട് പോലും അല്ലാഹുവിന്റെ റസൂൽ കൊടുക്കുന്ന ഉപദേശം, അബൂബക്കറെ, ഖുൽ, നീ ഇങ്ങനെ പ്രാർത്ഥിച്ചോ. എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത്? അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സീ ളുൽമൻ കസീറാ വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത ഫഗ്ഫിർ ലീ മഗ്ഫിറതൻ മിൻ ഇൻദിക വർഹംനീ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി ളലംതു നഫ്സീ, ഞാൻ എൻ്റെ ശരീരത്തോട് അക്രമം പ്രവർത്തിച്ചിരിക്കുന്നു. ളുൽമൻ കസീറാ, കുറച്ചൊന്നുമല്ല, ധാരാളം ദുൽമ് ഞാൻ എന്നോട് ചെയ്തിരിക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തെമ്മാടിയായി ജീവിച്ചിട്ടില്ല. സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് തെറ്റിക്കൊണ്ട് ജീവിച്ചിട്ടില്ല. ജീവിതത്തിൽ കറാഹത്തുകൾ പോലും ചെയ്തിട്ടില്ല. ആ നിലക്കുള്ള മഹാനായിരുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പോലും അള്ളാന്റെ റസൂല് അള്ളാഹിനോട് ദുആ ചെയ്യാൻ പഠിപ്പിച്ചു കൊടുത്ത ദുആയുടെ കൂട്ടത്തിൽ ആദ്യം തന്നെ പറയിപ്പിക്കുന്നത് വിനയം തുളുമ്പുന്ന വാക്കാണ്. അല്ലാഹ്, ഞാനെല്ലാം തികഞ്ഞവനാണ്, ജീവിതത്തിൽ തെറ്റൊന്നും ചെയ്യാത്ത പരിശുദ്ധനാണ് എന്നൊന്നുമല്ല പറയേണ്ടത് ഇന്നി ളലംതു നഫ്സീ ളുൽമൻ കസീറാ, ഞാൻ ഒരുപാട് ചെയ്തു പോയിരിക്കുന്നു. അതാണ് ഒരു മനുഷ്യന്റെ വിനയം. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന് പഠിപ്പിച്ചു കൊടുത്ത ദുആയിൽ അങ്ങനെയാണ് പറയാൻ പറഞ്ഞതെങ്കിൽ, സാധുക്കളായ പാപികളായ നൈമിഷികമായി നിമിഷങ്ങൾ തോറും തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളൊക്കെ നമ്മുടെ റബ്ബിലേക്ക് ഇസ്തിഗ്ഫാറിന് ചോദിക്കുമ്പോൾ എന്താമുഖം പറയണം? എത്രത്തോളം മനസ്സ് പാകപ്പെടണം? എത്രത്തോളം മനസ്സിൽ കുറ്റബോധം വേണം? എത്രത്തോളം മനസ്സ് സങ്കടപ്പെടണം? കാരണം നമുക്കൊക്കെ നമ്മുടെ തെറ്റുകൾ എണ്ണിയാൽ തീരുമോ? ഇന്നെന്താ സംഭവിച്ച തെറ്റെന്നൊരു പക്ഷേ ഓർത്തു പറയാൻ സാധിച്ചേക്കും. ഇന്നലത്തെ നമ്മൾ മറന്നില്ലേ? കഴിഞ്ഞ ആഴ്ചത്തേത് മറന്നില്ലേ?
വർഷങ്ങളോളമായി നമ്മുടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചതെന്ന് നമ്മളൊക്കെ മറന്നില്ലേ? പക്ഷേ ഞാനും നിങ്ങളുമൊക്കെ മറന്നതുകൊണ്ട് അള്ളാന്റെ റെക്കോർഡിൽ നിന്നത് മായ്ക്കപ്പെടുമോ? അള്ളാന്റെ അടുക്കൽ അത് മറന്നതാകുമോ? ഒരിക്കലുമില്ലല്ലോ. റബ്ബ് സുബ്ഹാനഹു മാനവരാശിയെ മുഴുവനും അള്ളാന്റെ കോടതിയിൽ അങ്ങ് ഹാജരാക്കുമ്പോ യൗമ യബ്അസുഹുമുല്ലാഹു ജമീആ ഫയുനബ്ബിഉഹും ബിമാ അമിലൂ അഹ്സാഹുല്ലാഹു വനസൂ. അല്ലാഹു തആല പറയുന്നു, സർവ്വ മനുഷ്യരെയും അള്ളാന്റെ കോടതിയിൽ അങ്ങ് ഹാജരാക്കുന്ന ദിവസം. എന്നിട്ടല്ല ഞാനും നിങ്ങളും അടങ്ങുന്ന മാനവ സമൂഹത്തോട് നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞതായ എല്ലാ കാര്യങ്ങളും അങ്ങ് വെളിച്ചത്താക്കി തരികയാണ്. എല്ലാം അങ്ങ് പ്രകടമായി പറഞ്ഞു തരികയാണ്, വർത്തമാനം അറിയിച്ചു തരികയാണ്. ആ അവസരത്തിൽ നമുക്കെന്താ മനസ്സിലാകുന്നത്? അഹ്സാഹുല്ലാഹ്, അല്ലാഹ് അവ മുഴുവനും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. വനസൂഹു, ചെയ്ത മനുഷ്യന്മാരതൊക്കെ മറന്നിട്ടുമുണ്ട്. നമ്മളൊക്കെ മറന്ന കേസുകളാണ് അവിടെ കാണുന്നത്. അതുകൊണ്ടല്ലേ കഹ്ഫ് സൂറത്തിൽ അല്ലാഹ് പറഞ്ഞത്, വവുദിഅൽ കിതാബു ഫതറൽ മുജ്രിമീന മുശ്ഫിഖീന മിമ്മാ ഫീഹി വയഖൂലൂന യാ വൈലതനാ മാ ലിഹാദൽ കിതാബി ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ വവജദൂ മാ അമിലൂ ഹദിറാ വലാ യദ്ലിമു റബ്ബുക അഹദാ. ഗ്രന്ഥം നിവർത്തപ്പെട്ട് നമ്മുടെ കൈകളിൽ വരുന്ന സന്ദർഭത്തിൽ നമ്മൾ പറഞ്ഞു പോവുകയാണ്, ഇതെന്തൊരു ഗ്രന്ഥമാണ്, ഒന്നും രേഖപ്പെടുത്താതെ പോയിട്ടില്ലല്ലോ ഇതിൽ, എത്ര കണിശമായിട്ടാണ് എല്ലാം ഇതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന് വിലപിക്കുന്ന നേരമുണ്ട്. അതുകൊണ്ട് സഹോദരാ സഹോദരി, നമ്മൾ നമുക്ക് ഏറ്റവും ഒറ്റക്കിരുന്നു കൊണ്ട് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തേണ്ട മാസമാണിത്. ഒറ്റക്കിരുന്ന് പറയുമ്പോൾ അതിൽ ആത്മാർത്ഥത കൂടുകയാണ്. നമ്മുടെ കണ്ണുകൾ സജലങ്ങളാകും, നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകുന്നു. കാരണം ഒറ്റക്കിരുന്നു കൊണ്ട് കരയാൻ കഴിഞ്ഞാൽ റജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാദത് ഐനാ, ഒറ്റക്കിരുന്ന് അള്ളാഹനെ ഓർത്തപ്പോ, തന്റെ ഇന്നലകളെ കുറിച്ച് ചിന്തിച്ചപ്പോ, ഖബറിൽ പോയി കിടക്കേണ്ട രാത്രിയെക്കുറിച്ച് ഓർത്തപ്പോ, അള്ളാഹന്റെ കോടതിയിൽ വിചാരണക്ക് നിൽക്കുന്ന ഘട്ടത്തെ ചിന്തിച്ചപ്പോ, ഫഫാദത് ഐനാ, അവന്റെ രണ്ട് കണ്ണുകളും നിറഞ്ഞൊഴുകുന്നു. അള്ളാഹ്ക്ക് വേണ്ടി കരയാൻ ഈ മാസത്തിൽ നമുക്ക് കഴിയാറുണ്ടോ? ഒറ്റക്കിരുന്നു കൊണ്ട് നമ്മുടെ പാപങ്ങൾ ഓർത്തുകൊണ്ട് കരഞ്ഞാൽ, ആ കരയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ഒരു പ്രതീക്ഷയുണ്ട്. അല്ലാഹ് പൊറുക്കില്ല എന്ന ബോധത്തോടെയല്ല പ്രാർത്ഥിക്കേണ്ടത്. അള്ളാഹിനെ പറ്റി നമുക്ക് നല്ല പ്രതീക്ഷ ഉള്ളപ്പോഴെല്ലാം അല്ലാഹ് നമ്മുടെ പാപങ്ങളൊന്നും പരിഗണിക്കില്ല, പുറത്തു തരുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നു, അല്ലാഹു അതാ ഒരു ഖുദ്സിയായ ഹദീസിലൂടെ പറയുന്നുണ്ട്, യബ്ന ആദം, ഓ മനുഷ്യ, ഇന്നക മാ ദഅൗതനി വറജൗതനി ഗഫർതു ലക അലാ മാ കാന മിൻക വലാ ഉബാലി. ഓ മനുഷ്യ, നീ എന്നോട് പ്രതീക്ഷയോടുകൂടി പ്രാർത്ഥിക്കുമ്പോഴെല്ലാം, പ്രതീക്ഷ വേണം അല്ലാഹുവിനോട് ചോദിക്കുമ്പോ, എന്റെ റബ്ബ് എനിക്ക് പുറത്തു തരും, എന്റെ റബ്ബ് എന്നോട് റഹീമാണ്, എന്റെ റബ്ബ് റഹ്മാനാണ്, എന്റെ റബ്ബ് ഏറെ സ്നേഹിക്കുന്ന വദൂദാണ്, എന്റെ റബ്ബ് ഏറെ പൊറുക്കുന്ന ഗഫൂറാണ്, എന്റെ റബ്ബ് എന്റെ പ്രാർത്ഥന കേൾക്കുന്ന സമീആണ്, എന്റെ വിചാര വികാരങ്ങൾ അറിയാവുന്ന അലീമാണ്, എന്റെ എല്ലാ പശ്ചാത്താപവും സ്വീകരിക്കുന്ന തവ്വാബാണ്. ഇങ്ങനെ അള്ളാഹിനെ പറ്റി നല്ല പ്രതീക്ഷയോടുകൂടി നീ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴെല്ലാം ഗഫർതു ലക, നിനക്ക് ഞാൻ പൊറുത്തു തരാം, അലാ മാ കാന മിൻക, നിന്നിൽ നിന്ന് സംഭവിച്ചത് മുഴുവനും, വലാ ഉബാലി, അതെത്ര സംഭവിച്ചു എന്നത് ഞാൻ പരിഗണിക്കുന്നതേയല്ല. എത്ര സംഭവിച്ച കൊടും പാപികൾക്കും ഇതിലേറെ ഒരു ആശ്വാസം. അതാണല്ലോ ഈ റമദാനിൽ വലിയ ഒരു സന്തോഷം. വേറെ നമുക്ക് വിശപ്പില്ലാഞ്ഞിട്ടും ദാഹമില്ലാഞ്ഞിട്ടും ക്ഷീണമില്ലാഞ്ഞിട്ടൊന്നും അല്ലല്ലോ. അള്ളാന്റെ മുമ്പിൽ ഒരു ശുദ്ധീകരണത്തിന് പടച്ചോൻ വളരെ കൃത്യമായി വാതിൽ തുറന്നൊരു മാസമാണല്ലോ. ആ ബോധമാണ്. ഇനി നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അല്ലാഹ് വിളിച്ചിട്ടുണ്ട്, യബ്ന ആദം ഇന്നക ലൗ അതൈതനി ബിഖുറാബിൽ അർളി ഖതായാ സുമ്മ ലഖീതനി ലാ തുശ്രികു ബി ശൈഅൻ ലഅതൈതുക ബിഖുറാബിഹാ മഗ്ഫിറതൻ. നീ ഭൂമി നിറയെ പാപങ്ങൾ ചെയ്തവനാണെങ്കിലും, ഭൂമി നിറയെ പാപങ്ങൾ നീ ചെയ്തവനാണെങ്കിലും, പിന്നീട് നീ മരണപ്പെട്ടത് എന്നോട് ഇസ്തിഗ്ഫാറിനെ ചോദിച്ചുകൊണ്ട് ശിർക്ക് ജീവിതത്തിൽ വരാത്ത നിലക്ക് നീ എന്നെ സമീപിക്കുകയാണെങ്കിൽ ലഅതൈതുക ബിഖുറാബിഹാ മഗ്ഫിറതൻ, അത്ര തന്നെ നിനക്ക് ഞാൻ മഗ്ഫിറത്തും നൽകുന്നതാണ്. ഭൂമി നിറയെ മഗ്ഫിറത്തും നിനക്ക് ഞാൻ നൽകും. പക്ഷേ
പ്രതീക്ഷയോടെ മനസ്സ് നൊന്തുകൊണ്ട് കണ്ണുനീരൊഴുകിക്കൊണ്ട് തപിക്കുന്ന ഹൃദയവുമായി ആത്മാർത്ഥമായി റബ്ബിലേക്ക് മടങ്ങിപ്പോകാൻ തയ്യാറുണ്ടെങ്കിൽ അള്ളാഹു അത് സ്വീകരിക്കാൻ തയ്യാറാണ്. നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്, ഞാൻ പാപിയാണെങ്കിലും ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തവനാണെങ്കിലും എന്റെ റബ്ബിന്റെ അഫുവിന് അറ്റമില്ല. അതാണ് നമ്മുടെ പ്രതീക്ഷ. റബ്ബിന്റെ അഫുവിന് അറ്റല്ലല്ലോ. ഞാൻ എത്ര പാപിയാവട്ടെ, എന്റെ റബ്ബ് അവൻ അഫുവ് ചെയ്യുന്നതിന് കണക്കില്ല. അതുകൊണ്ടല്ലേ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുന്ന രാത്രിയിൽ ഞാൻ എന്താണ് റബ്ബിനോട് കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടതെന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹാ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോ അവിടെ നിന്ന് എന്താണ് മുസ്ലിം ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത ദുആ എന്താണ്? അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. അല്ലാഹുവേ, നീ വളരെയേറെ മാപ്പ് ചെയ്യുന്നവനാണ്. അഫുവാണ് അല്ലാഹു, അള്ളാന്റെ പേരാണത്. അല്ലാഹു വളരെയേറെ മാപ്പ് ചെയ്യുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, മാപ്പ് ചെയ്യാന്നുള്ളത് അള്ളാഹ്ക്ക് വലിയ തൃപ്തിയാണ്, ഇഷ്ടമാണ്. അതുകൊണ്ട് ഫഅഫു അന്നീ, നീ എന്നോട് മാപ്പ് ചെയ്യണേ, നീ എന്നോട് മാപ്പ് ചെയ്യണേ. അതാണ് നാം മനസ്സിലാക്കേണ്ടത്, അള്ളാഹിനെ പറ്റിയുള്ള ആ പ്രതീക്ഷ. അതാണ് ഒരു മനുഷ്യൻ അയാൾ കരഞ്ഞുകൊണ്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കുമ്പോൾ അയാളുടെ സങ്കടം അയാള് കവിതയുടെ വരികളിലൂടെ പ്രകടിപ്പിച്ചതാണ്. യാ റബ്ബി ഇന്നലുമതു ദുനൂബി കസറതൻ ഫലഖദ് അലിംതു ബി അന്ന അഫ്വക അഅ്ലമു. എൻ്റെ റബ്ബേ, എൻ്റെ പാപങ്ങൾ ഒരുപാട് സംഭവിച്ചിട്ടുണ്ടെങ്കിലും, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുള്ള വ്യക്തിയാണെങ്കിലും എനിക്ക് പിന്നെയും എന്താണ് പ്രതീക്ഷ? ഫലഖദ് അലിംതു, ഞാൻ നന്നായി പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. ബി അന്ന അഫ്വക അഅ്ലമു, നിന്റെ മാപ്പ് വളരെയേറെ അധികമുള്ളവനാണല്ലോ, നീ ഒട്ടേറെ മാപ്പ് ചെയ്യുന്നവനാണെന്ന പ്രതീക്ഷയാണ്. ഒട്ടേറെ ദോഷം ചെയ്തവനാണ് ഞാനെങ്കിലും പിന്നെയും നിന്നോട് ചോദിക്കാൻ എനിക്കുള്ള പ്രചോദനം, ഇൻ കാന ലാ യർജൂക ഇല്ലാ മുഹ്സിനുൻ ഫമനില്ലദീ യർജൂ വയദ്ഉൽ മുജ്രിമൂ. മനുഷ്യന്മാർക്കല്ലാതെ നിന്നോടടുക്കാൻ കഴിയില്ലെങ്കിൽ, നല്ലവരായ ആളുകൾക്കല്ലാതെ നിന്നോട് പ്രാർത്ഥിക്കാൻ അവകാശമില്ലെങ്കിൽ, ഫമനില്ലദീ യദ്ഉ വയർജൂ അൽ മുജ്രിമൂ, കുറ്റവാളികൾ പിന്നെ എങ്ങനെയാ നിന്നോട് സമീപിക്കുക? അതുകൊണ്ട് എന്റെ പ്രതീക്ഷ എന്താണ്? മലീ ഇലൈക വസീലത്തുൻ ഇല്ലർ റജാ വജമീലു അഫ്വിക സുമ്മ അന്നീ മുസ്ലിമൂ. എനിക്ക് ഏറ്റവും വലിയ പ്രതീക്ഷ എന്താണെന്നോ, നീ നന്നായി മാപ്പ് ചെയ്യുന്നവനാണ്, ഞാൻ മുസ്ലിമായ മനുഷ്യനുമാണല്ലോ. അപ്പൊ മുസ്ലിമിൽ നിന്ന് എന്ത് തന്നെ സംഭവിച്ചാലും നിന്നിലേക്ക് ശരിയായ നിലക്ക് തിരിച്ചു വന്നാൽ നീ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് ഒട്ടേറെ വചനങ്ങളിൽ നീ പറഞ്ഞതാണല്ലോ. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ധാരാളം സ്ഥലങ്ങളിൽ അള്ളാഹു കൃത്യമായി പറഞ്ഞൊരു യാഥാർത്ഥ്യമാണ്. എത്ര തന്നെ അബദ്ധങ്ങൾ സംഭവിച്ചവരാണെങ്കിലും ഒരുപാട് ഇന്നലകൾ കഴിഞ്ഞിട്ടുണ്ടാവും, ഒക്കെ മറക്കുക. എല്ലാം നടന്നു. അള്ളാഹിനോട് പറയുമ്പോൾ പടച്ചോനെ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇനി എനിക്ക് നന്നാവണം, ഇനി എനിക്ക് ശുദ്ധി നേടണം, ഇനി എനിക്ക് നിന്നോട് അടുപ്പമുണ്ടാകണം. ആ നിലക്ക് തിരിച്ചു വരുന്നവർക്ക് റബ്ബ് വലിയ സ്വീകരണമാണ് നൽകുന്നത്. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞില്ലേ, വാനീബു ഇലാ റബ്ബിക്കും വഅസ്ലിമൂ ലഹു, നിങ്ങൾ നിങ്ങളുടെ റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങിക്കോളൂ. വഅസ്ലിമൂ ലഹു, നിങ്ങൾ അവന്റെ മുമ്പിൽ നിങ്ങളെ സമ്പൂർണമായി അങ്ങ് സമർപ്പിച്ചോളൂ. ജീവിതത്തിൽ അള്ളാഹുവിലേക്ക് ശരിക്കൊന്നാണ് മടങ്ങിച്ചെല്ലാൻ ഈ അവസരത്തിൽ നമുക്ക് തയ്യാറാകുകയാണെങ്കിൽ, ആത്മാർത്ഥതയുണ്ടെങ്കിൽ. എന്താ ഈ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ നമ്മളൊക്കെ കുറെ അസ്തഗ്ഫിറുല്ലാഹ് പറയേണ്ട അവസ്ഥയിലാണ് ഇന്ന് നമ്മുടെ സ്ഥിതി. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയും, എന്താ ഇതിനർത്ഥം? അള്ളാഹുവേ, നിന്നോട് ഞാൻ പൊറുക്കലിന് ചോദിക്കുന്നു. അപ്പോഴും മനസ്സിലെന്താണ്? ഇപ്പൊ ചാൻസ് ഇല്ലാത്തോണ്ട് ഞാൻ തെറ്റ് ചെയ്യാതിരിക്കുകയാണ്, ചാൻസ് കിട്ടിയാൽ ഇനിയും ഞാൻ ചെയ്യും. അങ്ങനെ ഒരു അസ്തഗ്ഫിറുല്ലാഹ്, അതിന്റെ പേരിൽ മഹാന്മാരായ ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഇസ്തിഗ്ഫാറുനാ ഹാദാ യഹ്താജു ഇല ഇസ്തിഗ്ഫാരിൻ കസീരിൻ. ഇസ്തിഗ്ഫാറുനാ ഹാദാ യഹ്താജു ഇല ഇസ്തിഗ്ഫാരിൻ കസീരിൻ. നമ്മുടെയൊക്കെ ഇസ്തിഗ്ഫാറിന്റെ പേരിൽ അള്ളാഹിനോട് നമ്മൾ കുറെ ഇസ്തിഗ്ഫാർ ചോദിക്കേണ്ട അവസ്ഥയിലാവുള്ളത്. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ നമ്മൾ കുറെ അസ്തഗ്ഫിറുല്ലാഹ് പറയേണ്ടി വരുന്നു. അതാണ് ഒരു കവി സൂചിപ്പിച്ചത്, അസ്തഗ്ഫിറുല്ലാഹ മിൻ
അസ്തഗ്ഫിറുല്ലാഹ മിൻ ലഫ്ളത്തിൻ ബദറത് ഖാലഫ്തു മഅനാഹാ വകൈഫ അർജു ഇജാബത്തി ദുആഇ വഖദ് സദത്തു ബിദ്ദംബി ഇൻദല്ലാഹി മജ്റാഹാ. അദ്ദേഹം വേദനയോടുകൂടി പറയുകയാണ്, അസ്തഗ്ഫിറുല്ലാഹ, ഞാൻ അല്ലാഹുവോട് പൊറുക്കലിനെ ചോദിക്കുന്നു, ഞാൻ അല്ലാഹുവോട് പൊറുക്കലിനെ ചോദിക്കുന്നു. എന്തില്ലെന്ന്? മിൻ അസ്തഗ്ഫിറുല്ലാഹ, അസ്തഗ്ഫിറുല്ല പറഞ്ഞതിന്റെ പേരിൽ ഞാൻ അല്ലാഹുവോട് അസ്തഗ്ഫിറുല്ല പറയുന്നു. എന്താ കാരണം? ഇസ്തിഗ്ഫാർ മനസ്സിൽ തട്ടിയിട്ടല്ല. നമ്മുടെയൊക്കെ തൗബ പലപ്പോഴും അങ്ങനെയാണ്. റമളാനാകുമ്പോ ഒരു തൗബ, പക്ഷേ ശവ്വാലിൽ കടന്നാൽ പിന്നെയും തെറ്റി, പിന്നെയും ജീവിതത്തിന്റെ എല്ലാ ഹറാമുകളിലേക്കും നീങ്ങി. കണ്ണുകൊണ്ട് ഹറാമ് ചെയ്യുന്നു, കാതുകൾ കൊണ്ട് ഹറാമ് ചെയ്യുന്നു, നാവ് കൊണ്ട് ഹറാമ് സംസാരിക്കുന്നു, ഹറാമായ വഴിയിലൂടെ പണം നേടുന്നു, ഹറാമിലൂടെ തന്നെ മക്കളെ തീറ്റിപ്പോറ്റുന്നു, ഹറാമായ എല്ലാ സ്വഭാവങ്ങളിലും വളർന്നു പിടിക്കുന്നു, ഹറാമായ നിലക്കുള്ള ദാമ്പത്യം നടത്തുന്നു, ഹറാമായ നിലക്കുള്ള കുടുംബജീവിതവും മാതാപിതാക്കളെ ബഹുമാനിക്കാത്ത രൂപത്തിലും അതുപോലെ തന്നെയുള്ള യാതൊരു നിലക്കുള്ള ശ്രദ്ധയുമില്ലാത്ത ജീവിതത്തിലേക്ക് പിന്നെയും തുടരുന്നു. റമളാനാകുമ്പോ പിന്നെ അസ്തഗ്ഫിറുല്ലാഹ്, അതാ പറഞ്ഞത് അസ്തഗ്ഫിറുല്ലാഹ മിൻ അസ്തഗ്ഫിറുല്ലാഹ. അതുണ്ടാവരുത്. നമുക്ക് ഇഖ്ലാസ് വേണം. ആ പറയുമ്പോ കുറ്റബോധം വേണം, ഇനി മടങ്ങില്ലെന്ന ദൃഢബോധം വേണം. അതല്ലേ തൗബന്റെ ഷർത്ത് പറയുമ്പോ നമ്മളൊക്കെ പറയാറ്. മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞില്ലേ, തൗബയുടെ നിബന്ധന എന്താണ്? കുറ്റബോധം, ഇനി ഒരിക്കലും ആ തെറ്റിലേക്ക് മടങ്ങില്ലെന്ന ദൃഢനിശ്ചയം. അതാ നമുക്കില്ലാത്തത്, നമുക്കതാ ഇല്ലാത്തത്. നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ് കുറ്റബോധമൊക്കെ ഉണ്ടാവും, പക്ഷെ ചാൻസ് ഇട്ടാ ഇനിയും ചെയ്യും, ചാൻസ് വന്നാൽ ഇനിയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ സ്വീകരിക്കപ്പെടാതെ പോകുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, തെറ്റുകൾ പിന്നെയും ചെയ്യാനുള്ള ആ ഒരു മാനസികമായ ബോധത്തോടുകൂടി അസ്തഗ്ഫിറുല്ല പറഞ്ഞാൽ അതിന്റെ പേരിൽ തന്നെ നമ്മൾ ശിക്ഷിക്കപ്പെടും. അതുകൊണ്ട് എന്ത് വേണം? യഥാർത്ഥത്തിൽ അല്ലാഹുവോട് ഇസ്തിഗ്ഫാറിന് ചോദിക്കുമ്പോ വളരെ ആത്മാർത്ഥമായിട്ട് ചോദിക്കുകയും ഇനി എന്റെ ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ട് ഞാനൊരു തെറ്റ് ചെയ്യില്ലെന്ന ദൃഢമായ തീരുമാനവും വേണം. അതാണ് തൗബ. അതല്ലാതെ 27-ാം രാവിന്റെ ഒരു മഹാസദസ് വിളിച്ചു കൂട്ടിയിട്ട് ഒരാളിങ്ങനെ തൗബന്റെ വാചകം ചൊല്ലിക്കൊടുത്ത് മറ്റുള്ളവരൊക്കെ യാമീൻ എന്ന് ഏറ്റുപറഞ്ഞാൽ അത് ഇസ്ലാമിലെ തൗബയാവില്ല, അത് ഇസ്ലാമിലെ തൗബ സദസ്സാവില്ല. തൗബ എന്ന് പറഞ്ഞാൽ മടക്കമെന്നാണ്. ഇസ്തിഗ്ഫാർ നാവ് മതി, തൗബക്ക് ഖൽബ് സഹകരിക്കണം, തൗബക്ക് ഖൽബ് സഹകരിക്കണം. ഇസ്തിഗ്ഫാറിന് നാവ് മതി. ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ എന്താ? പൊറുക്കലിന് തേടുക. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ ഇസ്തിഗ്ഫാറായി. ഖൽബ് പങ്കെടുക്കാം, പങ്കെടുക്കാതിരിക്കാം. മനസ്സറിഞ്ഞുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ് ഒരാൾക്ക് പറയാ, മനസ്സിലൊന്നും യാതൊരു താല്പര്യമില്ലാതെ നാവ് കൊണ്ട് വെറുതെ യാന്ത്രികമായി അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാ. നമ്മളൊക്കെ അസ്തഗ്ഫിറുല്ലാഹ് നിസ്കാരം കഴിഞ്ഞാൽ പറയില്ലേ, അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. ഒന്നും മനസ്സിൽ തട്ടിയിട്ടില്ല, ഒന്നും മനസ്സിൽ തട്ടിയിട്ടില്ല. അങ്ങനെ കുറെ ഇസ്തിഗ്ഫാറുകളുണ്ട്. അതേ അവസരത്തിൽ താബ യതൂബു എന്ന് പറഞ്ഞാൽ റജഅ യർജിഉ എന്നാണ് മടക്കം. മടക്കം നാവ് കൊണ്ടല്ല, ഖൽബ് കൊണ്ടാണ് മടങ്ങേണ്ടത്. താബ യതൂബു തൗബ ഹൃദയം കൊണ്ടാണ്. ഇനി തിരിച്ചു വരില്ല എന്ന ദൃഢ തീരുമാനം നാവല്ല എടുക്കേണ്ടത്, ഹൃദയമാണ്. ഹൃദയമാണ്. അസീമത്ത് ഖൽബിലാണ്, ഖുവ്വത്തുൽ അസീമത്ത് ഖൽബിലാണ്. അതുകൊണ്ട് തൗബ ഹൃദയത്തിൽ നിന്നുണ്ടാകണം, ഹൃദയത്തിൽ നിന്നുണ്ടാകണം. സംസാരിക്കാൻ അറിയാത്ത ബധിരന്മാരും മൂകന്മാരുമൊക്കെ തൗബ ചെയ്യാറില്ലേ? നാവ് കൊണ്ട് ഒരൊറ്റ തവണ പോലും അസ്തഗ്ഫിറുല്ലാഹ് അവരാരും പറഞ്ഞിട്ടില്ല. പക്ഷേ അവരൊക്കെ അല്ലാഹുവിലേക്ക് കേരിച്ചു മടങ്ങുന്നില്ലേ? ഹൃദയമാണ് പ്രധാനം, ഹൃദയശുദ്ധിയാണ് പ്രധാനം. അതുകൊണ്ട് ആ നിലക്കുള്ള ഒരു ചിന്തക്കാണ് നമ്മൾ ഈ മാസത്തിൽ അവസരം കാണേണ്ടത്. പക്ഷേ അല്ലാഹു തആല ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സ്വീകരിക്കുന്നത് മുവഹ്ഹിദീങ്ങളിൽ നിന്ന് മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമാണ്. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമാണ് അല്ലാഹു സ്വീകരിക്കുന്നത്. എന്താണ് തഖ്വയുടെ മാനദണ്ഡം? തഖ്വയുടെ മാനദണ്ഡം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ ആദർശം സ്വീകരിച്ചവന്റെതേ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. ശിർക്ക് ചെയ്തുകൊണ്ട് എത്ര നമസ്കരിച്ചിട്ടെന്താ? ശിർക്ക് ചെയ്തിട്ട് എത്ര നോമ്പ് കൊട്ടിട്ടും അതുപോലെ തന്നെ ഹജ്ജിന് പോയിട്ടും കാര്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് തൗഹീദില്ലെന്ന് തെറ്റിപ്പോകരുത്. ശിർക്ക് ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതല്ലേ നേരത്തെ കേൾപ്പിച്ച ഹദീസിൽ നിങ്ങൾ കേട്ടില്ലേ, അല്ലാഹ് പുറത്തു കൊടുക്കും എന്ന് പറഞ്ഞിടത്ത് മാനദണ്ഡം പറഞ്ഞതെന്താണ്? സുമ്മ ലഖീതനീ, നീ എന്നെ കണ്ടുമുട്ടണം. ഏത് സ്ഥിതിയിലാണ് നീ എന്റെ മുമ്പിൽ വരേണ്ടത്?
ലാ തുശ്രികു ബീ ശൈആ, എന്നിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാത്തവനായ നിലക്ക് ശിർക്ക് ചെയ്യാതെ നീ എന്റെ മുമ്പിൽ വന്നാലേ ഞാൻ നിനക്ക് പുറത്തു തരൂ. അതാണ് അള്ളാന്റെ കൽപ്പന, അതാണ് അള്ളാന്റെ നിർദ്ദേശം. ഈ പരിശുദ്ധമായ റമദാനിൽ പോലും മഹാസദസ്സുകൾ വിളിച്ചു കൂട്ടിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന കക്ഷികളില്ലേ? യാ റസൂലല്ലാഹ് ഖുദ് ബിഐദീനാ, അല്ലാഹുവിന്റെ റസൂലേ അങ്ങ് ഞങ്ങളുടെ കരം പിടിക്കണേ, അങ്ങ് ഞങ്ങളുടെ മനസ്സറിയുന്നവരല്ലേ, അങ്ങ് ഞങ്ങളുടെ സദസ്സിൽ ഹാജറാകുന്നവരല്ലേ, അങ്ങ് മദീനത്ത് കടന്നുകൊണ്ട് ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നവരല്ലേ, ഞങ്ങളുടെ വിചാര വികാരങ്ങൾ അറിയുന്ന റസൂലേ, ഞങ്ങളുടെ പാപം പുറത്തു തരണമേ എന്ന് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കേണ്ടതിന് പകരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കുന്ന പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന സദസ്സുകളിൽ നിന്ന് നമ്മുടെ നാടുകളിൽ കാണുന്നു. അള്ളാഹ് സ്വീകരിക്കുമോ? ആ മടക്കക്കാരുടെ മടക്കത്തെ അള്ളാഹ് തൃപ്തിപ്പെടുമോ? ഒരിക്കലും തൃപ്തിപ്പെടില്ല, ഒരിക്കലും അവൻ തൃപ്തിപ്പെടില്ല. കാരണം അള്ളാന്റെ ചോദ്യമാണ്, പാപം പൊറുക്കുന്നവനായിട്ട് ആരുണ്ട്? അള്ളയല്ലാതെ, അള്ളയല്ലാതെ പാപം പൊറുക്കുന്നവരായിട്ട് ഒരാളുമില്ല എന്നല്ലേ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന് ദുആ പഠിപ്പിച്ചു കൊടുത്തപ്പോഴും പറയാൻ പറഞ്ഞത്, അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറാ എന്ന് പറഞ്ഞ ഉടനെ പിന്നെ എന്താ പറയുന്നത്? വലാ യഗ്ഫിറുദ് ദുനൂബ ഇല്ലാ അൻത, നീയല്ലാതെ പാപം പൊറുക്കുന്നവരില്ല, അള്ളയല്ലാതെ പാപം പൊറുക്കുന്ന ഒരാളുമില്ല. അതുകൊണ്ട് പാപമോചനത്തിനുള്ള തേട്ടം അള്ളാനോടേ പാടുള്ളൂ. ക്രിസ്ത്യാനികൾ പള്ളിയിൽ പോയിട്ട് അച്ഛന്റെ മുമ്പിൽ കുമ്പസരിക്കുന്നത് പോലെ, അതല്ലെങ്കിൽ മറ്റാരെങ്കിലും പാപം ഏറ്റെടുക്കുന്നത് പോലെ ഇസ്ലാമിൽ അങ്ങനെ ഒരു സമ്പ്രദായമില്ല. പാപം പൊറുക്കുന്നവൻ അല്ലാഹ് മാത്രമാണ്. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്ന സർവ്വ ദുആകളിലും ദിക്റുകളിലും ഇസ്തിഗ്ഫാറിൻ്റെതാവട്ടെ അല്ലാത്തതാവട്ടെ റബ്ബി റബ്ബന അല്ലാഹുമ്മ എന്നിങ്ങനെ അള്ളാഹുവിനോടല്ലാതെ മുൻകഴിഞ്ഞു പോയ ഏതെങ്കിലും ഒരു പ്രവാചകനോട്, നൂഹ് അലൈഹിസ്സലാമിനോടോ ഇബ്രാഹിം അലൈഹിസ്സലാമിനോടോ മൂസാ അലൈഹിസ്സലാമിനോടോ ഈസാ അലൈഹിസ്സലാമിനോടോ ഏതെങ്കിലും ഒരൊറ്റ പ്രവാചകന്മാരോട് അവരോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കാൻ അള്ളാഹുവിന്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. അവരാരും മഹാന്മാരല്ലാത്തത് കൊണ്ടല്ല, അവരൊക്കെ മഹത്തുക്കളാണ്, അമ്പിയാക്കളൊക്കെ മഹാന്മാരാണ്. പക്ഷേ അമ്പിയാക്കൾ പോലും ഇസ്തിഗ്ഫാർ അള്ളാഹുവിനോടാണ് നടത്തിയത്. പാപം ചെയ്തിട്ടില്ലെങ്കിലും പാപം ചെയ്തു എന്ന കുറ്റബോധമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ഒരു ദിവസത്തിൽ 70 തവണ എന്ന്, മറ്റൊരു റിപ്പോർട്ടിൽ 100 മറ എന്ന് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിച്ചിരുന്നില്ലേ? അവിടുന്ന് പാപം ചെയ്യാത്ത പരിശുദ്ധനല്ലേ? എന്നിട്ടും എന്തിനാ ദിനേന 100 തവണ അങ്ങനെ ചോദിക്കുന്നത്? കുറ്റബോധം മനസ്സിൽ വേട്ടയാടുകയാണ്, വിനയം പ്രകടിപ്പിക്കുകയാണ്. കുറ്റം ചെയ്തിട്ടില്ലെങ്കിലും കുറ്റം ചെയ്തു എന്ന വിനയം അവരുടെ മനസ്സിൽ ഇങ്ങനെ നിറയുകയായി. അതായിരുന്നു മഹാന്മാര്, അതായിരുന്നു മഹത്തുക്കൾ. അതുകൊണ്ടാണ് അവരൊക്കെ അള്ളാഹുവിനോട് മാത്രമാണ് തേടിയത്. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ അള്ളാഹുവിനോടല്ലാതെ തേടാമോ? പാടില്ല. അബ്ദുകൽ മിസ്കീനു യർജു ഫളലകൽ ജമ്മൽ ഗഫീറു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അതാ വിളിച്ച് തേടുകയാണ് ചില കക്ഷികൾ ഈ മാസത്തിൽ പോലും. അങ്ങയുടെ സാധുവായ അടിമ അങ്ങയുടെ ഔദാര്യത്തെ പ്രതീക്ഷിക്കുകയാണ്. എന്നിട്ട് പിന്നെയും നബിയോട് തേടുകയാണ്. ഫഅഗ്സിനി വഅജീർനി യാ മുജീറു മിനസ്സഈരി യാ ഗിയാസി യാ മലാദി ഫീ മുലിമാതിൽ ഉമൂരി. അങ്ങ് എന്നെ സഹായിക്കണം, അങ്ങ് എന്നെ രക്ഷിക്കണം. കാരണം നരകത്തിയിൽ നിന്ന് അങ്ങ് രക്ഷിക്കുന്നയാളാണ്, അങ്ങെന്റെ അഭയമാണ്, ശരണമാണ്. എന്റെ എല്ലാ കാര്യങ്ങളിലും അങ്ങ് എനിക്ക് സഹായിയാവണം. ഇങ്ങനെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് കുറ്റബോധപൂർവം കാര്യങ്ങൾ ഏറ്റുപറയുകയും ആര് പാപം ചെയ്താലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറയാഞ്ഞാൽ അവന്റെ പാപം പൊറുക്കില്ല എന്ന് ഖുർആൻ ഓതിയിട്ട് ദുർവ്യാഖ്യാനിക്കുന്ന ഒരു കാലത്താണ് ഖുർആൻ ഇറങ്ങിയ ഈ മാസത്തിൽ നമ്മൾ ജീവിക്കുന്നതെന്ന് ഗൗരവത്തോടെ നമ്മൾ ഓർക്കണം. ഖുർആൻ ഓതിയിട്ടാ ചിലർ പറയുന്നത് എന്ത്?
പാപികൾ പാപം പുറത്തു കിട്ടണമെങ്കിൽ ആദ്യം മദീനത്തേക്ക് റസൂലുള്ളാഹിനോട് വിളിച്ചു പറയണം, യാ റസൂലല്ലാഹ്, ഞാൻ അബദ്ധം ചെയ്തിരിക്കുന്നു, അങ്ങയോട് ഞാൻ ആവലാതിപ്പെടുന്നു. അതാ മങ്കൂസ് മൗലീദുകാരൻ ചൊല്ലുന്നത്, ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദദ് ലക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തു പോയിട്ടുണ്ട് നബിയേ, അങ്ങയോട് ഞാൻ ആവലാതിപ്പെടുന്നു നബിയേ. ഇത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതകാലത്ത് വരെ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അവിടുന്ന് കേൾക്കാത്ത ദൂരത്ത് വെച്ച് ഒരിക്കലും വിളിച്ചു തേടുകയോ പറയുകയോ ചെയ്തിട്ടില്ല. അവർ റസൂലുള്ളാഹിനോട് ജീവിതകാലത്ത് ആവശ്യപ്പെടും, നബിയെ ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹിനോട് ദുആ ചെയ്യണം, ഞങ്ങളുടെ പാപം പുറത്തു കിട്ടാൻ വേണ്ടി അള്ളാഹിനോട് പറയണം, ഞങ്ങൾക്ക് മഴ കിട്ടാൻ വേണ്ടി തങ്ങളൊന്ന് ദുആ ചെയ്യണം. മക്കളില്ലാത്തവർ വന്നുകൊണ്ട് പറയും, മക്കളെ കിട്ടാൻ തങ്ങളൊന്ന് ദുആ ചെയ്യണം. സാമ്പത്തികമായ പ്രയാസമുള്ളവർ വന്ന് പറയാറുണ്ട്, ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി ഒന്ന് ദുആ ചെയ്യണം. ഇങ്ങനെ ജീവിച്ചിരിക്കുന്ന ഹബീബിനോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടതല്ലാതെ അവിടുത്തെ വഫാത്തിന്റെ ശേഷം ഒരൊറ്റ സ്വഹാബിയും അവിടുത്തെ ഖബറിന്റെ സമീപത്ത് ചെന്നിട്ടോ അല്ലാതെയോ ഒരു കാര്യത്തിന് വേണ്ടിയും ഹബീബിനെ വിളിച്ചുകൊണ്ട് സങ്കടം പറഞ്ഞിട്ടില്ല. അതാണ് ഇസ്ലാം, അതാണ് ഇസ്ലാം, അതാണ് ശുദ്ധമായ തൗഹീദ്, അതാണ് ഇസ്ലാം പഠിപ്പിച്ച പാരമ്പര്യം. ആ പാരമ്പര്യത്തിൽ നിന്ന് ഇറങ്ങി നടക്കുകയാണ് ചിലര്. എന്നിട്ട് അവർ റസൂലുള്ളാഹിനെ വിളിച്ച് തേടുകയാണ്, റസൂലിനോട് വിളിച്ചുകൊണ്ട് പശ്ചാത്തപിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് വിളിച്ചുകൊണ്ട് പറയുമ്പോ അവര് വിശ്വസിക്കുന്നത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ നമ്മളെ മുഴുവൻ കാണുകയാണ്, കേൾക്കുകയാണ്, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ അറിയുകയാണ്. അവിടുന്ന് നമ്മുടെ സദസ്സുകളിൽ പലപ്പോഴും ഹാദിറാവുക കൂടി ചെയ്യുന്നു. കറാമത്തിന്റെ കണ്ണുള്ളവർക്ക് നബിയെ കാണാൻ കഴിയും, നമുക്ക് കാണാൻ കഴിയില്ലെങ്കിലും എന്നാണ് അവർ പ്രചരിപ്പിക്കുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് വികലമായ വിശ്വാസം, അതോടുകൂടി ഒരാൾ ഇസ്തിഗ്ഫാറും നോമ്പും അതുപോലെ തന്നെ സക്കാത്തും ഹജ്ജൊക്കെ നിർവഹിച്ചിട്ട് എന്താ കാര്യം? അതുകൊണ്ട് അല്ലാഹ് പറഞ്ഞിട്ടുള്ളത്, ഇസ്തിഗ്ഫാർ ചെയ്യുമ്പോൾ സുമ്മ ലഖീതനി ലാ തുശ്രികു ബി ശൈആ, ഈ എത്ര തന്നെ കൂമ്പാരമായി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ലാ തുശ്രികു ബി ശൈആ, എന്നിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാത്തതാണ് നീ എന്നെ കണ്ടുമുട്ടുന്നതെങ്കിൽ അതൈതുക ബി ഖുറാബിഹാ മഗ്ഫിറ, അത്ര തന്നെ നിനക്ക് ഞാൻ മഗ്ഫിറത്തും നൽകുന്നതാണ്. അതുകൊണ്ട് അള്ളാഹിനോട് നമ്മൾ ഇസ്തിഗ്ഫാറിനെ ചോദിക്കുമ്പോൾ ആദ്യം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, എൻ്റെ വിശ്വാസത്തിൽ ശിർക്കൊരിക്കലും കലരാൻ പാടില്ല. റബ്ബ് കേൾക്കും പോലെ കേൾക്കുന്നവരില്ല, അള്ളാഹ് കാണും പോലെ കാണുന്നവരില്ല, അള്ളാഹ് അറിയും പോലെ അറിയുന്നവരില്ല, അള്ളാഹുവിനെ പോലെ ഒന്നുമില്ല. ആ നിലക്ക് കറകളഞ്ഞ യഥാർത്ഥമായ തൗഹീദിൽ അടിയുറച്ചവർക്കാണ് അള്ളാഹു മഗ്ഫിറത്ത് ഓഫർ ചെയ്യുന്നത്. അതല്ലാത്ത നിലക്ക് മരിച്ചുപോയാലോ, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ വമാ ലിൽസാലിമീന മിൻ അൻസാർ. ശിർക്ക് ചെയ്തുകൊണ്ടാണ് ഒരുത്തൻ മരണപ്പെട്ടു പോകുന്നതെങ്കിൽ സ്വർഗം അവന് ഹറാമാണ്, നരകമാണ് അവന്റെ സങ്കേതം. ലാലിമീങ്ങളായ അത്തരത്തിൽപ്പെട്ട ആളുകൾക്ക് ഒരു സഹായികളും ഉണ്ടാകുന്നതുമല്ല. ഇതൊക്കെ നമ്മൾ ഈ മാസത്തിൽ ഇറങ്ങിയ പരിശുദ്ധ ഖുർആനിലൂടെ പഠിക്കേണ്ടവരാണ്, മനസ്സിലാക്കേണ്ടവരാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതൊക്കെ ഇതിൻ്റെ ഗൗരവം നമ്മൾ അറിയണമെങ്കിൽ നമ്മളൊക്കെ പഠിക്കണം, നന്നായി ഈ മാസത്തിലൊക്കെ പഠിക്കണം. വിശുദ്ധ ഖുർആനിലെ ആശയങ്ങൾ എന്താണ്, ഹദീസുകളിൽ എന്താ വന്നത്, അതൊക്കെ നന്നായി പഠിച്ച് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ തെറ്റിയോ എന്ന് കൂടുതൽ കുറ്റബോധം വരിക. അല്ലെങ്കിൽ നമുക്ക് തോന്നും നമ്മളൊക്കെ ശരിയായ ലൈനില്ല. അബദ്ധങ്ങൾ എന്തൊക്കെ നബി പഠിപ്പിച്ച കുറ്റങ്ങളുണ്ട്, ഏതൊക്കെയാണ് തിന്മകൾ എന്ന് അറിഞ്ഞാലേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആ തിന്മ വന്നോ ഇല്ലേ എന്ന് മനസ്സിലാവൂ. അതുകൊണ്ട് തിന്മകൾ എന്താണെന്ന് അറിയണമെങ്കിലും ഇൽമു വേണം, തെറ്റുകൾ എന്താണെന്ന് അറിഞ്ഞാലേ പശ്ചാത്തപിക്കൂ. അതുകൊണ്ട് ജീവിതത്തിൽ മുഴുവൻ നമ്മൾ നന്നായി അറിയണം ഏതാണ് സിറാത്തുൽ മുസ്തഖീം, ഏതാണ് ലലാലത്തിന്റെ പാത. ലലാലത്തിന്റെ പാത അറിയുന്നവനെ, ഇരുട്ടറിയുന്നവനെ വെളിച്ചത്തിന്റെ മഹത്വം അറിയൂ, ജാഹിലിയത്ത് അറിയുന്നവനെ ഇസ്ലാമിന്റെ വില അറിയൂ എന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ പറയുകയുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഇന്നലകളെക്കുറിച്ച് ശരിക്കൊന്ന് പരിശോധന നടത്തിയിട്ട് റഹ്മാനായ റബ്ബിനോട് യഥാർത്ഥമായ നിലക്ക്, പടച്ചവനെ, പഠനത്തിന്റെ കാര്യത്തിലും പ്രവർത്തനത്തിന്റെ കാര്യത്തിലും പലതിലും ഒരുപാട് അബദ്ധങ്ങൾ വന്നവനാണ് ഞാൻ, ഇനി എൻ്റെ ജീവിതം ശുദ്ധമായിരിക്കും, ഞാൻ അതിനുവേണ്ടി പരിശ്രമിക്കുമെന്ന ബോധത്തോടുകൂടി നമ്മളൊരു മടക്കത്തിന് തയ്യാറായാൽ റഹ്മാനായ റബ്ബ് സ്വീകരിക്കാൻ കാത്തിരിക്കുകയാണ്.
അതിനുവേണ്ടി ഈ പരിശുദ്ധ റമദാനിലെ ഇതുപോലെയുള്ള രാത്രികളും രാവേറെ ചെന്ന് നമ്മൾ എഴുന്നേൽക്കുന്ന അത്താഴ സന്ദർഭങ്ങളിലുമൊക്കെ നമ്മുടെ സുജൂദുകളിലും നമ്മുടെ തശഹുദുകളിൽ സലാം വീട്ടുന്നതിൻ്റെ മുമ്പേയുള്ള അവസരങ്ങളിലുമൊക്കെ ഇതിനുവേണ്ടി സമയം കാണണം, സന്ദർഭം കാണണം. മനസ്സ് വല്ലാതെ തപിക്കണം, മനസ്സ് വല്ലാതെ വിങ്ങണം, കണ്ണുനീര് വരണം. ഈമാനിൻ്റെ ലക്ഷണമാണ്. ഐനാനിലാ തമസ്സഹുമന്നാർ, രണ്ട് കണ്ണുകൾ, ആ കണ്ണുകളെ നരകത്തീ സ്പർശിക്കുന്നതല്ല. ഐനുൻ ബക്കത്ത് മിൻ ഖശിയത്തില്ലാഹ്, പടച്ച റബ്ബിനെ പേടിച്ചുകൊണ്ട് കരഞ്ഞ കണ്ണുകൾ, അതൊരു വലിയ ഫضലാണ്, അതൊരു വലിയ സൗഭാഗ്യമാണ്. അള്ളാഹിനെ പേടിച്ച് കരയാൻ കഴിയൽ ഒരു വലിയ ഭാഗ്യമാണ്. എന്തെല്ലാം പ്രശ്നങ്ങൾക്ക് വേണ്ടി നമ്മളൊക്കെ കരഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഖബറോ നരകമോ വിചാരണയോ പാപങ്ങളോ ഓർത്തുകൊണ്ട് നമ്മൾ കരഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ സന്തോഷിക്കുക, അതൊരു വലിയ ഭാഗ്യമാണ്. അങ്ങനെ കരയാൻ നമുക്ക് കഴിയണം. ആരും കാണണ്ട, ഒറ്റക്കിരുന്ന് കരയുക. ശുദ്ധീകരണത്തിൻ്റെ മാസമാണ്, റബ്ബ് സ്വീകരിക്കും. റഹ്മുറാഹിമീനായ നാഥൻ എന്തു തന്നെ അബദ്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ ഇന്നലകളിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും എല്ലാം പുറത്ത് നമ്മയെല്ലാം ശുദ്ധീകരിച്ച് അവൻ്റെ മഹത്തുക്കളുടെ കൂടെ സ്വർഗത്തിൽ എത്തിപ്പെടാൻ സർവ്വ തൗഫീഖും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനിൻ്റെ ഓരോ രാത്രികളിലും ധാരാളക്കണക്കിന് ആളുകളെ അവൻ നരകാഗ്നിയിൽ നിന്ന് എഴുത്തുക്ക് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ നരകാഗ്നിയിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നവരുടെ ഗണത്തിൽ അള്ളാഹു സാധുക്കളായ നമ്മയേവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, പകർച്ചവ്യാധികളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന്, വേദനകളിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഏത് സന്ദർഭത്തിലും എവിടെയാണെങ്കിലും ഇസ്ലാമികമായ നിയമങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള പ്രതിസന്ധികളിലും ഫിത്നകളിലും അള്ളാഹു നമുക്ക് രക്ഷയും തുണയും നൽകുമാറാകട്ടെ. നമ്മുടെ കർമ്മങ്ങൾ മുഴുവൻ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا وأجر والدينا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا. ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. والسلام عليكم ورحمة الله وبركاته.